നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പിതാവിൻ്റെ ഭവനത്തിലെ വാസസ്ഥലങ്ങൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഞാൻ കുറച്ചു കാലം മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും, കുറച്ച് സമയം മാത്രം. പിന്നീട് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല. കുറച്ച് കഴിഞ്ഞ് യേശു പറഞ്ഞു, കുറെ കഴിഞ്ഞിട്ട് നിങ്ങളും ആ പാതയിലൂടെ വരും. താന് കുരിശുമരണം മരിക്കാൻ പോകുന്ന കാര്യം, വേഗനായിട്ട് മനുഷ്യനെ നരകശിക്ഷ ഏൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ശിഷ്യന്മാരും കുറെ കഴിഞ്ഞ് കുരിശെടുത്ത് രക്തസാക്ഷികളാകും എന്നും യേശു പറഞ്ഞു. പക്ഷേ മരണശേഷമുള്ള ജീവിതം സംബന്ധിച്ച്, മരിച്ചാൽ എങ്ങോട്ടാണ് പോവുക, അത് സംബന്ധിച്ച് അവർക്ക് പരിഭ്രമമുണ്ടായി, നിരാശയുണ്ടായി. അപ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നെയും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ വിശ്വസിക്കുക. പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഉയർപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. 16-ാം സങ്കീർത്തനത്തിലുണ്ട്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ച് ധാരാളം വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതുപോലെ യേശുവും പറഞ്ഞു, ഞാൻ മരിച്ചാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോകും എന്നൊക്കെ യേശു പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് മാതൃകയാണ്. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ വിശ്വസിക്കുന്ന ആളുകൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. മരണശേഷം ജീവിതമുണ്ട് എന്നുള്ളതാണ് യേശു ഉയർപ്പിച്ച 3 പേരിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ജായിറോസിൻ്റെ 12 വയസ്സുള്ള ആ ബാലിക മരിച്ച് യേശു ഉയർപ്പിച്ചു. നെയ്യം പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചു, അടക്കാൻ കൊണ്ടുപോകുമ്പോൾ യേശു മഞ്ചം തൊട്ട് അവനെ ഉയർപ്പിച്ചു. ലാസർ എന്ന യുവാവ് മരിച്ച് 4 ദിവസം കല്ലറയിൽ നാറ്റം വെച്ച് കിടന്നു. യേശു ആ ലാസറിനെ ഉയർപ്പിച്ചു. അപ്പോൾ മരണശേഷമുള്ള ജീവിതം ഭദ്രമാക്കാൻ, അല്ലെങ്കിൽ മരിച്ചവർ ഉയർപ്പിക്കുവാൻ തനിക്ക് കഴിയും എന്ന് യേശു തെളിയിക്കുകയായിരുന്നു. യേശു തൻ്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും ആ ഒരു ഉറപ്പ് നമുക്ക് നൽകുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ പിന്നാലെ വരിക എന്ന് യേശു പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കാര്യം മാത്രമല്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് മാത്രമല്ല, എൻ്റെ പിന്നാലെ നിങ്ങൾ മരിക്കും, ഞാൻ ഉയർക്കുന്നത് പോലെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങളും സ്വർഗത്തിലേക്ക് പോകും. ഇതാണ് യേശു അർത്ഥമാക്കിയത്. ഇവിടെ യേശു പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതായത് ഓശാന ബൈബിൾ കുറച്ചുകൂടെ നല്ല തർജ്ജിമയാണ് ഈ ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയുമായിരുന്നോ എന്നാണ്. അപ്പോൾ യേശു പറഞ്ഞത് മരണശേഷം ഒരു ജീവിതമുണ്ട്. പിതാവിൻ്റെ അടുക്കൽ നമുക്കൊരു ശരീരം, ബഹിഷ്കരിക്കപ്പെട്ട ഒരു ശരീരമുണ്ട് എന്നാണ് യേശു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല. അപ്പോൾ യേശു അങ്ങനെയാണ് പറഞ്ഞത്. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ ഭവനത്തിലെ ഈ വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്?
വാസസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് അത് കെട്ടിടമാണ് എന്നാണ്. ഭൂമിയിൽ കെട്ടിടമില്ലാത്ത ആളുകൾക്ക് സ്വർഗത്തിൽ ഒരു കെട്ടിടം ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരു പ്രത്യാശ നൽകുന്ന കാര്യമാണ്. പക്ഷേ കെട്ടിടത്തിൻ്റെ കാര്യമല്ല. നമ്മുടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ ശരീരത്തെക്കുറിച്ച് അത് കെട്ടിടമെന്നാണ് ബൈബിൾ പറയുന്നത്. 1 കൊരിന്ത്യർ 15 പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തതായി ദൈവത്തിൻ്റെ ദാനമായോ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് അത് കൂടാരം, അതായത് നമ്മുടെ ആത്മാവ് വസിക്കുന്ന കൂടാരമാണ് ശരീരം. നമ്മൾ വസിക്കുന്ന കൂടാരമാണ് ശരീരം, അല്ലെങ്കിൽ കെട്ടിടമാണ് ശരീരം. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ശരീരം ഇവിടെ നഷ്ടപ്പെട്ടാൽ, നമ്മുടെ ശരീരം മണ്ണോട് മണ്ണായാൽ, നമ്മുടെ ആത്മാവിന് പാർക്കാൻ സ്വർഗത്തിൽ മറ്റൊരു ശരീരം ഉണ്ടെന്നാണ്. ഒരാത്മശരീരം, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം, ദ്രവിക്കാത്ത, അഴുകാത്ത, ഒരു രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത ഒരു ശരീരം ഉണ്ടെന്നാണ്. ഭൂമിയിലേത് നമ്മുടെ ശരീരം കൂടാരമാണെങ്കിൽ സ്വർഗത്തിലെ കെട്ടിടമെന്ന് പറയുന്നതും ശരീരമാണ്. അത് തേജസ്സുള്ളതാണെന്ന് മാത്രം. ചില ആളുകൾ നമുക്ക് സ്വർഗത്തിൽ ദൈവം കെട്ടിടം തന്നെയാണ് തരാൻ പോകുന്നത്. അത് സ്വച്ഛ സ്ഫടിക തുല്യമായിരിക്കും, തങ്ക നിർമ്മിതമായിരിക്കും. കെട്ടിടമാണ് ഓരോരുത്തർക്ക് തരാൻ പോകുന്നത്. ഒരാൾക്ക് അതിൻ്റെ വിസ്തൃതിയൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള കെട്ടിടത്തിലാണ് ഓരോരുത്തരെ കൊണ്ട് പാർപ്പിക്കാൻ പോകുന്നത് എന്നാണ്. അത് യുക്തിക്ക് ചേരുന്നതല്ല. കാരണം ഒരു ബൃഹത്തായ ഏക്കർ കണക്ക് വിസ്തൃതിയുള്ള അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടത്തിൽ ഒരാളെ ഒറ്റയ്ക്ക് പാർപ്പിക്കുക എന്നുള്ളത് അതിലെന്താ സുഖം? അതല്ല. നമ്മുടെ ഭൂമിയിലെ ശരീരം ഒരു കൂടാരമാണെങ്കിൽ, അത് നമ്മുടെ വാസസ്ഥലമാണെങ്കിൽ, തീർച്ചയായിട്ടും സ്വർഗത്തിലെ ശരീരം അത് നമ്മുടെ വാസസ്ഥലമാണ്. ദൂതന്മാരെ കുറിച്ചൊക്കെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുള്ളത് അവർ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ആ തേജസ്കരിക്കപ്പെട്ട ശരീരം, ആ വാസസ്ഥലം അവർക്ക് നഷ്ടമായി. തേജസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ടു. അതാണ് തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്നുള്ളതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ എൻ്റെ പിതാവിൻ്റെ മുഖത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ വ്യത്യസ്ത അവസ്ഥയിലുള്ള വാസസ്ഥലങ്ങൾ, വ്യത്യസ്ത ആത്മീക ശരീരങ്ങളുണ്ട് അവിടെ. അതായത് ഗബ്രിയേലിന് ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം, ഒരു വാസസ്ഥലമുണ്ട്. മീഖായേലിന് വ്യത്യസ്തമായ വേറൊരു വാസസ്ഥലം, വേറൊരു തേജസ്കരിക്കപ്പെട്ട ശരീരമാകുന്ന വാസസ്ഥലമുണ്ട്. പിന്നെ 4 ജീവികൾക്ക്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 4 ജീവികൾക്ക് വ്യത്യസ്തമായ തേജസ്കരിക്കപ്പെട്ട ശരീരമാകുന്ന വാസസ്ഥലമുണ്ട്. 24 മൂപ്പന്മാർക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരമാകുന്ന വേറൊരു പ്രത്യേക സ്ഥലം, വാസസ്ഥലമുണ്ട്. സറാഫുകൾക്ക് ഒരു പ്രത്യേകമായ ശരീരമാകുന്ന വാസസ്ഥലം ഓരോരുത്തർക്കും ഉണ്ട്. കരൂബുകൾക്ക് പ്രത്യേകമായ തേജസ്സുള്ള വേറൊരു വാസസ്ഥലം ഉണ്ട്. ഇനി നമ്മെ സംബന്ധിച്ച് കർത്താവ് നമുക്ക് തരാൻ പോകുന്ന വാസസ്ഥലം, ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും തരാൻ പോകുന്ന വാസസ്ഥലം എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. കാരണം യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങൾക്ക് വാസസ്ഥലം, നിങ്ങൾക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം ഒരുക്കാനായിട്ട് ഞാൻ പോകുന്നു. അതിനായിട്ട് യേശു പോയത് താൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാകുകയാണ് ചെയ്തത്. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ വിരൂപനായി. നമുക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം ആകുന്ന വാസസ്ഥലം തരാനാണ് യേശുക്രിസ്തു ഈ നിലയിൽ വിരൂപനാകാൻ ഇടയായി തീർന്നത്. യേശു പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും. വ്യത്യസ്ത തേജസ്കരിക്കപ്പെട്ട ശരീരങ്ങളാകുന്ന വാസസ്ഥലങ്ങൾ സ്വർഗത്തിലുണ്ട്. യേശു തികച്ചും വ്യത്യസ്തമായ വാസസ്ഥലം ആകുന്ന ശരീരം നമുക്ക് തരും. അതാണ് യേശു പറഞ്ഞത്. ആ പ്രത്യാശ കൊണ്ട് നമുക്ക് നിറയാം. കർത്താവിൻ്റെ വിലയേറിയ നാമം
വാഴ്ത്തപ്പെടുമാറാകട്ടെ.